UDF ആണ് കുറച്ചുകൂടി. കാരണം LDF കുറച്ച് ഭരണം കൊടുത്തിട്ടുണ്ട്, ആരും കുറച്ച് ചെയ്തിട്ട് നല്ലതാക്കി. അപ്പോൾ അവർക്ക് കൂടി അവസരം കൊടുക്കുക, എന്നിട്ട് പറയാമെന്ന് വെച്ചിട്ട് കുറച്ചൊക്കെ മടുത്തിട്ടുണ്ട്. പുതിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരണമെന്ന് തീർച്ചയായും കൊണ്ടുവരണം. എന്നാലും നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ നീ മാറാവില്ല എന്നൊക്കെ. 60% UDF ആണ്. കാരണം മറ്റുള്ളവരുടെ ഈ തുടർച്ചയായിട്ടുള്ള 10 വർഷത്തെ ഭരണം ജനങ്ങൾക്ക് പ്രയോജനപ്രദമല്ല. ഒരു 5 വർഷം ശരാശരി നല്ലൊരു പ്രവർത്തനമാണെങ്കിൽ പോലും പിന്നെ ഒരു 5 വർഷത്തേക്ക് വന്നപ്പോൾ ഒരു ഏകാധിപത്യമായിട്ടുള്ള ഒരു ഭരണത്തിൻ്റെ കീഴിലേക്കായി. അപ്പം അതുകൊണ്ട് UDF വരാനാണ് സാധ്യത കൂടുതൽ. ജനങ്ങൾക്ക് മാറ്റം എപ്പോഴും അത്യാവശ്യമായിട്ട് അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും എന്ന് പറഞ്ഞ പോലെ ഭരണമാണെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നതിലാണ് പുതുമ ഉണ്ടാകുന്നത്. പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരാജകത്വം പോലെ ആയി അവസാനം. കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെയാണെങ്കിലും മുഖ്യമന്ത്രിയാണ് എല്ലാം എന്നുള്ള ഒരു അധികാരത്തിലേക്ക് വന്ന് അവരുടെ പാർട്ടിക്കാരാണെങ്കിലും ഞാനും ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയല്ല മുഖ്യമന്ത്രിയുടെ.